അച്ഛൻ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ദൈവജനമേ, മാതാപിതാക്കളെ, എല്ലാവർക്കും ക്രിസ്തയേശുവിൽ ഞങ്ങളുടെ നീരമായ സ്നേഹവന്ദനം. ക്രിസ്തു ജയ ജയ 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 ക്രിസ്തു ജയ ജയ. ഇന്നത്തെ ഞങ്ങളുടെ ഈ കഥാപ്രസംഗത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നാ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാമേ. പണ്ട് പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ പാവപ്പെട്ടൊരു ജഗതിയെ കണ്ടു. പണ്ട് പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ പാവപ്പെട്ടൊരു ജഗതിയെ കണ്ടു. ജഗതിയുടെ പേര് അന്നമ്മയെന്നാണ്. അവരൊരു കടയും നടത്തി വന്നു. ജഗതിയുടെ പേര് അന്നാമയാണ്. അവരൊരു കടയും നടത്തി വന്നു. അന്നാമ ചേട്ടത്തി അടിപൊളിയാണല്ലോ. ചേട്ടത്തിയുടെ കട എങ്ങനെയുള്ളതായിരുന്നു? കൂടെ കൂടെ കടയിലേറെ വേറെ നല്ല സാധനങ്ങളേറെ. കൂടെ കടയിലേറെ വേറെ നല്ല സാധനങ്ങളേറെ. അന്നാമ ചേട്ടത്തിയും കടയിലിരുന്നു പ്രാർത്ഥനയോടെ നല്ലത് കൊടുത്തു. അന്നാമ ചേട്ടത്തിയും കടയിലിരുന്നു പ്രാർത്ഥനയോടെ നല്ലത് കൊടുത്തു. ക്രിസ്തു ജയ ജയ 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 ക്രിസ്തു ജയ ജയ. ചേട്ടത്തി എങ്ങനെയുള്ളയാളായിരുന്നു ഒന്ന് പറയാമോ? ചേട്ടത്തിയുടെ ആശയം ദൈവത്തിൽ മാത്രം, ക്രിസ്തുവിൽ സ്നേഹം പകർന്നു എന്നും. ചേട്ടത്തിയുടെ ആശ്രയം ദൈവത്തിൽ മാത്രം, ക്രിസ്തുവിൽ സ്നേഹം പകർന്നു എന്നും. സന്തുഷ്ട ജീവിതം നയിച്ചും കൊണ്ട് നല്ല മാതൃക കാട്ടി കൊടുത്തു. സന്തോഷ ജീവിതം നയിച്ചും കൊണ്ട് നല്ല മാതൃക കാട്ടി കൊടുത്തു. പിന്നെ എന്താ സംഭവിച്ചത് ഒന്ന് പറയാമോ? ചേട്ടത്തിയുടെ കടയിൽ കൂട്ടരെ വന്നു. ഓരോ സാധനങ്ങൾ എടുത്തും നോക്കി. ചേട്ടത്തിയുടെ കടയിൽ കൂട്ടരെ വന്നു. ഓരോ സാധനങ്ങൾ എടുത്തും നോക്കി. കുടുംബമായും യുവാക്കളായും പ്രായം ഉള്ളവർ കൂടെ കൂടെ. കുടുംബമായും യുവാക്കളായും പ്രായമുള്ളവർ കൂടെ കൂടെ. ക്രിസ്തു ജയ ജയ ക്രിസ്തു ജയ ജയ ക്രിസ്തു ജയ ജയ ക്രിസ്തു ജയ ജയ. ചേട്ടത്തിയുടെ കടയിൽ നിന്ന് അവർ വല്ലതും വാങ്ങിച്ചോ? വന്നവർക്കെല്ലാം കടലിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ല. വന്നവർക്കെല്ലാം കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ല. വേണ്ട വേണ്ട എന്നു പറഞ്ഞു പയ്യെ പയ്യെ അവരെല്ലാം പോയി. വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പയ്യെ പയ്യെ അവരെല്ലാം പോയി. കഷ്ടമായി പോയി. പിന്നെ അവർ എങ്ങോട്ടാ പോയത്? കൂട്ടർ പോയത് അടുത്ത കടയിൽ ലോകാവിഷ്ടങ്ങൾ തേടി തേടി. കൂട്ടർ പോയത് അടുത്ത കടയിൽ ലോകാനിഷ്ടങ്ങൾ തേടി തേടി. പക, ദുഷി, വിദ്വേഷം, നുണ, അസൂയ, പിണക്കം, കോപവും എടുത്ത് സന്തുഷ്ടരായവർ എല്ലാവരും പോയി. പകാദുഷി, വിദ്വേഷമണ, അസൂയ, പിണക്കം, കോപവും എടുത്ത് സന്തുഷ്ടരായി അവരെല്ലാം പോയി. ക്രിസ്തു ജയ ജയ ക്രിസ്തു ജയ ജയ ക്രിസ്തു ജയ ജയ ക്രിസ്തു ജയ ജയ. അത് നന്നായി. പക്ഷെ അവർ കൊണ്ടുപോയത് നല്ല സാധനങ്ങൾ അല്ലല്ലോ. അതെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളല്ലേ. പോകട്ടെ, പിന്നെ എന്താ സംഭവിച്ചത്? പോയ കൂട്ടർ തിരിച്ചു വന്നു. മോശം എന്ന് വഴക്കും ഇട്ടു. പോയ കൂട്ടർ തിരിച്ചു വന്നു. മോശം എന്ന് വഴക്കും ഇട്ടു. കടക്കാരനുമായി തല്ലും കൂടി ബഹളം വയ്ക്കാൻ കൂട്ടർ തുടങ്ങി. കടക്കാരനുമായി തല്ലും കൂടി ബഹളം വെക്കാൻ കൂട്ടരും തുടങ്ങി. ഈ ബഹളമൊന്നും അന്നാമ ചേട്ടത്തി അറിഞ്ഞില്ലേ? പിന്നെ എന്തായി? പിന്നെ അന്നാമ ചേട്ടത്തി ഓടി വന്നു. ശാന്ത
കൊണ്ടുപോയി കൂട്ടരെ കടലിൽ നീട്ടി അവരെ ഇരുത്തി കഴിക്കാൻ കൊടുത്തു. ക്രിസ്തു ജയ ജയ 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 ക്രിസ്തു ജയ ജയ. ഓ സമാധാനമായി. ചേട്ടത്തി നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത്. പിന്നെ എന്താ അവരോട് പറഞ്ഞത്? സാധനങ്ങൾ കൊടുത്തു അവരോട് പറഞ്ഞു എന്റെ കടയിൽ നല്ലത് മാത്രം. സാധനങ്ങൾ കൊടുത്തു അവരോട് പറഞ്ഞു എന്റെ കടയിൽ നല്ലത് മാത്രം. ആത്മാവിൻ ഫലങ്ങൾ 9 വിധങ്ങൾ. ആത്മാവിൻ ഫലങ്ങൾ 9 വിധങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. വാങ്ങിയ കൂട്ടർ സന്തുഷ്ടരായി. വാങ്ങിയ കൂട്ടർ സന്തോഷരായി. ക്രിസ്തു ജയ ജയ 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 ക്രിസ്തു